വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു ഹെയർ ആക്സസറി പഠിച്ചാലോ? അത് നമുക്ക് ബീഡ്സ് കൊണ്ട് അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്കത് കണ്ടു നോക്കാം. അപ്പം നിങ്ങളിത് കണ്ടോ, നമുക്ക് ഇതുപോലത്തെ മുത്തിൻ്റെ ചെയിൻ ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മുടെ നാട്ടിലും കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നമ്മുടെ കടകളിൽ നിന്ന് കിട്ടുന്ന മുത്തുമാലയില്ലേ, അത് വാങ്ങിച്ചിട്ട് കോർത്തിട്ടാണേലും ഇത് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഭംഗിയുള്ള ഈ ഹെയർ ആക്സസറി ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ഒന്നുകിൽ വൈറ്റ് തുണി ഉപയോഗിക്കാം, അല്ലെ ഫെൽറ്റ് പേപ്പറുകളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഫെൽറ്റ് പേപ്പറാണെന്ന് ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു വട്ടം വരയ്ക്കുക. നിങ്ങൾക്ക് എത്രമാത്രം വലുപ്പമുള്ള ഒരു ഫ്ലവർ ആണ് ഉണ്ടാക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലൊന്ന് കരുതണം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഒത്തിരി വലുതൊന്നുമില്ല, ഒരു മീഡിയം സൈസിൽ ഞാനൊന്ന് ഉണ്ടാക്കാൻ പോവാം. അതാ ഞാൻ അതിനു വേണ്ടി ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒരു വട്ടം വരയ്ക്കാൻ പോവാം. അതാ ഇനി കോയിൻ വെച്ചിട്ടോ അല്ലെ കോമ്പസ് ഉപയോഗിച്ചോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഭംഗിയുള്ളൊരു വട്ടം വരച്ചെടുക്കാം. അതാ കാണാമല്ലോ നിങ്ങൾക്ക് ഞാൻ വരച്ച വട്ടം. ഞാൻ ചെറുതായിട്ടൊരു വട്ടമാണ് വരച്ചേക്കുന്നത്, കണ്ടല്ലോ. അപ്പം ഞാനിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. ഞാൻ ഈ വട്ടം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഈ ബീഡ്സുകളെ എടുക്കുക. ഈ ബീഡ്സുകളെ എടുത്തിട്ട് നമ്മളത് ഇത്രയും വലുപ്പത്തിൽ വീതം ഞാനിതിനെ മുറിച്ചെടുക്കാൻ പോവാ. ഇത് കണ്ടോ നിങ്ങൾ? നമ്മളെ സിസേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ചുമ്മാ ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇത്ര നീളത്തിൽ കണ്ടോ നിങ്ങൾ? അപ്പം ഇങ്ങനത്തെ എനിക്ക് കുറച്ച് പീസസ് വേണം. ഞാൻ ഇതിനെ കട്ട് ചെയ്തിട്ട് വരാം. ഇതുകളെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ഗ്ലൂ ഗണ്ണാണ്. ഓക്കെ, ഞാൻ ഗ്ലൂ ഗൺ എടുത്തിട്ട് ശകലം ഇവിടെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്തു. എന്നിട്ട് ഇതിങ്ങനെ വട്ടം പോലെ നിങ്ങൾ കണ്ടോ? ഇത് കണ്ടോ? നമുക്കിതിനെ എന്താ ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഞാൻ ഫിക്സ് ആയ കണ്ടോ? കണ്ടല്ലോ. ഇനി ഞാൻ അടുത്തത് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ? അപ്പം നമ്മളിതിന് ഇതുപോലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പം നമ്മൾ ഇങ്ങനെ തന്നെ ഇതിന് ചുറ്റും വെച്ചു കൊടുക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അപ്പം ഞാൻ അങ്ങനെ ഒന്ന് മുഴുവൻ ചെയ്ത് കൊടുക്കാം. ഇതാ ഇങ്ങനെ എടുത്തു, നമ്മളിവിടെ ഒരു പീസ് പിടിപ്പിച്ചു, അതുപോലെ തന്നെ ഇവിടെ ഒരു പീസ് പിടിപ്പിച്ചു. ഇതാ എന്നെ എളുപ്പമാണ് നോക്കി ചെയ്യാൻ അല്ലേ? അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഒരു ഐഡിയ കിട്ടിയല്ലോ. വട്ടത്തിന് ഞാനതൊന്ന് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഫസ്റ്റ് ലെയർ ഇപ്പം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ ഇൻസൈഡിലും ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. കണ്ടോ? കണ്ടല്ലോ? നമ്മളെല്ലാവരും കട്ട് ചെയ്തേക്കുന്നത് ഒരേ വലുപ്പത്തിൽ തന്നെയാണ് കേട്ടോ, അതിലൊരു മാറ്റവും ഇല്ല. നല്ല രസമല്ലേ കാണാന്? ഭയങ്കര പ്രിട്ടിയാണ് ഇവരെ കാണാന്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ? നിങ്ങൾക്ക് ഏത് കളറിലെ മുത്ത് വേണേലും ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന്. ഇനിയിപ്പോൾ അടുത്ത് എന്താ ചെയ്യുന്നതെന്ന് കാണിക്കാം. വേണമെങ്കിൽ ഇതിൻ്റെ മിഡിലേക്ക് ഒരു മുത്തോ കല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണ് നിങ്ങളുടെ മനസ്സിൽ അപ്പോൾ തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. ഞാൻ എന്തായാലും ഇതിൻ്റെ നടുവിലേക്ക് ഒരു ഗോൾഡൻ കളറിലെ മുത്താണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് വലിയ മുത്ത്. ഇതാ നമ്മൾ ഇൻസൈഡിലായിട്ട് കുറച്ച് ഗ്ലൂ ഒഴിച്ചു കൊടുക്കുന്നു. കണ്ടല്ലോ? ഇച്ചിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഈ ബീഡിനെ ഇതിൻ്റെ നടുവിലേക്ക് വെച്ച് കൊടുക്കാൻ പോകണം കേട്ടോ. ഈ ബീഡിനെ നല്ലൊരു ഗോൾഡ് ബീഡാണ്. പിന്നെ ഇതിൻ്റെ നടുക്കോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഒരു അലങ്കാരമായിട്ട് അവിടെ ഇരിക്കട്ടെ. കണ്ടോ? എന്ത് പറയുന്നു? കണ്ടോ? ഇതിൻ്റെ നടുവിലേക്ക് ഞാൻ ഈ ഗോൾഡ് മുത്ത് വെച്ച് കൊടുത്തു. കണ്ടോ? ഇതിനെ കാണാൻ നല്ല ഭംഗി നിങ്ങൾക്ക് തോന്നില്ലേ? ഇത് നിങ്ങൾക്ക് തലയിൽ വെക്കാൻ വേണ്ടി നിങ്ങളുടെ ഹെയർ ആക്സസറി ആയിട്ടോ അല്ലെങ്കിൽ വെഡ്ഡിങ് ഒക്കേഷനിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. നല്ല അബ്ഡും ഒക്കെ ചെയ്തിട്ട് സൈഡിൽ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഇനി ഉടുപ്പ പിടിപ്പിക്കണമെങ്കിൽ ഉടുപ്പയിൽ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന് എന്തിനൊക്കെ ഉപയോഗിക്കണമെന്ന് തോന്നും അതിനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഇത് എല്ലാത്തിനും ഉപകരിക്കുന്ന ഒരു ആക്സസറിയാണ്. വളരെ ഈസിയാണ് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് പല മുത്തുകൾ ഉപയോഗിച്ച് ചെയ്തെടുക്കാം. മൾട്ടി കളേഴ്സ് ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം, അല്ലെ വേറെ മുത്തുകളിലൊക്കെ ചെയ്തെടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് കല്ലുകൾ ഇടയ്ക്ക് വെച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. എല്ലാം നിങ്ങളുടെ
ഇഷ്ടം പോലെ ചെയ്തോളൂ. ഇത് വളരെ പ്രയോജനമാണെന്ന് എനിക്ക് ഉറപ്പാണ്. ജസ്റ്റ് ഒരു ഐഡിയയ്ക്ക് വേണ്ടി മാത്രം ഇത് കാണിച്ചു തന്നു എന്ന് മാത്രം. ഓക്കെ, ഇത് എങ്ങനെയാണ് ഒരു ഹെയർ പിന്നയിൽ അറ്റാച്ച് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് അബ്ഡും ഒക്കെ ചെയ്തിട്ട് ഈസി ആയിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, ഞാൻ ഇതിനുവേണ്ടി സാറ്റിൻ്റെ ഒരു കൊച്ചു പീസാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നമുക്ക് സാറ്റിൻ്റെ പീസ് ആദ്യം ഇത് കണ്ട ഇങ്ങനത്തെ പിൻസാണ് നമ്മൾ തലയിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ അബ്ഡും ഒക്കെ ചെയ്തിട്ട് ഹെയർ പിൻസ് കേട്ടോ. ഇതിനെ നമുക്ക് ഇതിൻ്റെ ഇടയിലൂടെ വെച്ചൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം. കണ്ടല്ലോ, ഇതിന് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഗ്ലൂ ഗണ്ണായിരിക്കും. ഇതാ ഗ്ലൂ ഗണ്ണിനെ നമുക്ക് നല്ല സുന്ദരമായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ അനങ്ങാതെ അവിടെ ഇരുന്നോളും. നല്ല അനുസരണയോടെ കണ്ടോ, ഇങ്ങനെ ഇരുന്നല്ലോ. ഇനി നമ്മൾ എന്നാ എടുക്കുമെന്ന് അറിയാമോ? വീണ്ടും നമ്മൾ കുറച്ചുകൂടെ ഗ്ലൂ ഒന്ന് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാം. കണ്ടോ, എന്നിട്ട് ഇവനെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടങ്ങ് സ്ഥാപിക്കും. നല്ല ഭംഗിയായിട്ട് ഒട്ടിയിട്ടിരുന്നോളൂ. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പോകത്തില്ല, നല്ല സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. ഞാൻ എന്നിട്ടിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുകൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഇത് നല്ല സുന്ദരമായിട്ട് ഇപ്പം നല്ല ഫിക്സ് ആയിട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇതിൻ്റെ ഒന്നും ഇനിയും പോവാനില്ല, നല്ല ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ എൻ്റെ ഡമ്മിയിൽ ഞാനൊന്ന് ഫിക്സ് ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ഇത് ഭംഗിയാണെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ കരുതട്ടെ. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എപ്പോഴും പറയുന്നത് തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമുക്ക് ഉടനെ തന്നെ വീണ്ടും നല്ല നല്ല കാര്യങ്ങളുമായിട്ട് കാണാം കേട്ടോ. അതുവരേക്കും താങ്ക് യു, ബൈ ബൈ.